കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ തിരുവചനത്തെ പഠിക്കുവാൻ തക്കവണ്ണം, അതിൽ കൂടെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നാം വീണ്ടും ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. തിരുവചന പഠനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നിൻ്റെ വചനത്തെ അടിയങ്ങൾ പഠിക്കുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് കൂടെ ഇരുന്ന് അടിയങ്ങളെ നയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പഠിക്കുന്നതായ കാര്യങ്ങൾ ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും അടിയങ്ങളെ തന്നെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുവാനും സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം ജീവിക്കുന്നതായ ഈ ലോകത്തിൽ ഒരുപക്ഷെ നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് നിരവധി ആയിട്ടുള്ളതായ പല രീതിയിലുള്ള പല തരത്തിലുള്ളതായ മനുഷ്യരെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. കറുത്ത മനുഷ്യർ, വെളുത്ത മനുഷ്യർ, പണമുള്ളവർ, പണമില്ലാത്തവർ, ബുദ്ധിയുള്ളവർ, ബുദ്ധിയില്ലാത്ത കുറഞ്ഞവർ, വിദ്യാഭ്യാസം ഉള്ളവർ, വിദ്യാഭ്യാസം കുറവുള്ളവർ, വിവിധ ജാതികളിൽപ്പെട്ടവർ, വിവിധ മതങ്ങളിൽപ്പെട്ടവർ, ലോകത്തിൽ നിരവധിയായിട്ടുള്ളതായ ആൾക്കാരെ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ളതായ ആൾക്കാർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ട് തരത്തിലുള്ളതായ ആൾക്കാർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ദൈവ ശബ്ദം കേൾക്കുന്നവർ, ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നവർ, അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. പിന്നെ വേറൊരു തരം ആൾക്കാരെന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേൾക്കാത്തവർ, ദൈവത്തെ അനുസരിക്കാത്തവർ. ഇങ്ങനെയുള്ളതായ രണ്ട് വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ളതായ ഭാഗത്ത് ദൈവം മോശയോട് ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിലുള്ളതായ ജീവിതത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ദൈവം പറയുന്നത്, അവരുടെ കഷ്ടത ഞാൻ കണ്ടു എനിക്ക് മതിയായി എന്നാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ 430 വർഷത്തോളം ജീവിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് വളരെയധികം മതിയായി, എനിക്ക് മതി വന്നിരിക്കുന്നു, ആകയാൽ നീ പോയി അവരെ അവിടെ നിന്നും തിരിച്ച് മടക്കിക്കൊണ്ട് വരണം എന്ന് ദൈവം മോശയോട് പറയുകയാണ്. എന്നിട്ട് മോശ അവിടെ ചെല്ലുന്നു. അവിടെ 10 ബാധകൾ ഒക്കെ ഉണ്ടാകുന്നു. അവസാനം 10 ബാധകൾക്ക് ശേഷം ഫറവോൻ ദൈവത്തിൻ്റെ ജനത്തെ മോശയോടുകൂടെ പറഞ്ഞു വിടുന്നതും ഒക്കെ നമുക്കറിയാം. അതിനുശേഷം മുൻപോട്ട് പോകുമ്പോൾ 12-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷാരം കാൽനടയായി യാത്ര പുറപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ പുരുഷന്മാർ മാത്രം 6 ലക്ഷത്തോളം പേര് മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്നും ഇറങ്ങി വരികയാണ്. എന്നിട്ട് 12:38-37 വാക്യം പറയുന്ന ഇസ്രായേൽ മക്കൾ പുരുഷന്മാർ മാത്രം 6 ലക്ഷത്തോളം യാത്ര ചെയ്തു എന്നാണ്. അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളുമായി അവരോടുകൂടെ പോന്നു. ഇവിടെ 2 കൂട്ടരെ നാം കാണുകയാണ്. ഒന്ന്, ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ വിളി, ദൈവം പറഞ്ഞിട്ട് മോശയെ പറഞ്ഞു വിട്ടിട്ട് മിസ്രയീമിൽ നിന്നും വിടുവിച്ച് കൊണ്ടുവരുന്നതായ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി വരുന്നതായ ഒരു ജനം. അവരുടെ കൂടെ വേറൊരു കൂട്ടർ കൂടുകയാണ്. ആരാണ്? ദൈവത്തിൻ്റെ വചനം അവരെക്കുറിച്ച് പറയുന്നത് വലിയൊരു സമ്മിശ്ര പുരുഷാരം എന്നാണ്. ഒരു സമ്മിശ്ര പുരുഷാരം. ഇവരാരാണ്, എങ്ങനെയുള്ളവരാണ്, എവിടുന്ന് വന്നവരാണ് എന്നൊന്നും വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നില്ല. സമ്മിശ്ര പുരുഷാരവും അവരോടുകൂടെ കൂടുന്നു. എനിക്കുള്ളതായ ചോദ്യം, എൻ്റെ ചോദ്യം ഇതാണ്, ഈ സമ്മിശ്ര പുരുഷാരം ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഇറങ്ങിപ്പുറപ്പെടുന്നത്? ആര് വിളിച്ചിട്ടാണ് അവർ പോകുന്നത്? ആരാണ് അവരോട് പറഞ്ഞത് നിങ്ങളും പോരെ എന്ന്? എനിക്കറിയില്ല. അവരെ ആരും വിളിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ കാണുന്നില്ല. ഒരു പക്ഷേ 6 ലക്ഷത്തോളം പേര്, 6 ലക്ഷം പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒപ്പമുള്ളതായ സ്ത്രീകൾ, അതിനേക്കാൾ അധികം കുഞ്ഞുങ്ങളുണ്ട്. വലിയൊരു ജാതി, ഒരു വലിയൊരു സമൂഹം ഒരു പട്ടണത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടത് കണ്ടപ്പോൾ
ഈ പോക്ക് കണ്ട് അവരുടെ കൂടെ ഇറങ്ങിത്തിരിച്ചതായ വേറൊരു സമൂഹമായിരിക്കാം ഇവർ എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഇതെൻ്റെ അനുമാനം മാത്രമാണ്. ഇവർ ഒരിക്കലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പോയവരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. സംഖ്യാപുസ്തകം 11:14 നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും എന്ന് ചോദിക്കുന്നുവെന്ന്. സമ്മിശ്ര പുരുഷാരം ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളോട് ചേർന്ന് ഇറച്ചിക്ക് വേണ്ടി ദൈവത്തോട് യുദ്ധം ചെയ്യുന്നു, മോശയോട് യുദ്ധം ചെയ്യുന്നത് നാം കാണുന്നു. 11:33 സംഖ്യാപുസ്തകം 11:33 എന്നാൽ ഇറച്ചി അവരുടെ പല്ലിൻ ഇടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കി മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു എന്ന് നാം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 16:3 ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കൈയാൽ മരിച്ചു. അവർക്ക് ഈ വിടുതലിനേക്കാളും അധികം അവരാഗ്രഹിക്കുന്നത് ഈ ഭക്ഷണമാണ്. അവർക്ക് താല്പര്യമുള്ളതായ ഭക്ഷണം. ദൈവത്തിൻ്റെ വിളി കേൾക്കാതെ പുറത്ത് ഇറങ്ങുന്നതായ ജനം, ദൈവത്തിൻ്റെ വിളി കേൾക്കാതെ പുറപ്പെട്ടു പോകുന്നതായ ജനത്തോട് ചേരുന്നതായ ദൈവജനം, ഇവർ രണ്ടുപേരും കൂടി ദൈവത്തിനും മോശയ്ക്കും വിരോധമായി ഉണ്ടാക്കുന്നതായ വലിയ പ്രശ്നങ്ങൾ വഴിനീളം നാം കാണുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെയും മൂലം ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? അവരിൽ ഭൂരിഭാഗത്തെയും മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ദൈവം വിളിച്ചിറക്കിയതായ ദൈവത്തിൻ്റെ ജനം ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അവരോട് കൂടെ ഇറങ്ങിപ്പോയ സമ്മിശ്ര പുരുഷാരം, ദൈവത്തിൻ്റെ വിളി കേൾക്കാത്തതായ സമൂഹം. ഇനിയും ഉൽപ്പത്തി പുസ്തകം 12:1-4 വരെയുള്ളതായ ഭാഗത്ത് നാം 2 വ്യക്തികളെക്കുറിച്ച് വായിക്കുന്നു. അബ്രഹാം എന്നും ലോത്ത് എന്നുമാണ് അവരുടെ പേരുകൾ. യഹോവ അബ്രഹാമിനോട്, ഉൽപ്പത്തി 12:1-4 വരെയുള്ളതായ വാക്യങ്ങളാണ്. ഇവിടെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നതിനാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നീ നിൻ്റെ കുടുംബത്തെ വിട്ട്, നിൻ്റെ അപ്പനെയും അമ്മയും വിട്ട്, നിൻ്റെ ചാർച്ചക്കാരെ വിട്ട്, ബന്ധുക്കളെ വിട്ട്, നിൻ്റെ സകലത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്, ദൈവം വിളിച്ചിറക്കുകയാണ്. ഇനി അതിൻ്റെ അവസാന ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കട്ടെ. ഇവിടെ പറയുന്നത്, ലോത്തും അവനോട് കൂടെ പോയി. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ടാണ് അബ്രഹാം പോകുന്നത്. ലോത്ത് എന്താ ചെയ്യുന്നത്? വിളിക്കപ്പെട്ട് അബ്രഹാമിനോടുകൂടെ വിളിച്ചത് മൂലം, ദൈവത്തിൻ്റെ വിളി ലഭിച്ചത് മൂലം ഇറങ്ങിപ്പോകുന്നതായ അബ്രഹാമിനോടുകൂടെ ദൈവവിളി കേൾക്കാത്ത ലോത്തും പോവുകയാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും യാത്ര ചെയ്യുന്നു. അബ്രഹാമും ലോത്തും യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ അബ്രഹാമും ലോത്തും യാത്ര ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നതായ സ്ഥലത്ത് അവർ തമ്മിൽ 2 സ്ഥലത്തേക്ക് പിരിയുന്നതായി നാം കാണുന്നുണ്ട്. എന്നിട്ട് അബ്രഹാം പറയുന്നു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ തെക്കോട്ടെങ്കിൽ ഞാൻ കിഴക്കോട്ട് പൊക്കോളാം, നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ പിരിഞ്ഞു പോകുന്നതായിട്ട് നാം കാണുന്നു. എന്നിട്ട് ലോത്ത് നീരോട്ടമുള്ളതായ സ്ഥലം ഒക്കെയും തിരഞ്ഞെടുത്ത് അവിടെ താമസം ആരംഭിച്ചു. ഏത് സ്ഥലത്താണ്? സോതോമിൽ താമസം ആരംഭിച്ചു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു എന്ന് നാം വായിക്കുന്നു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു, സോതോം വരെ കൂടാരം നീക്കി അടിച്ചു. എന്നിട്ട് വായിക്കുന്നതായ അതിനുശേഷം പറയുന്നതായ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത്, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളും ആയിരുന്നു. ദൈവവിളി കേൾക്കാതെ അബ്രഹാമിനോട് കൂടെ പോയതായ ലോത്ത് താമസിക്കുന്ന എവിടെയാണ്? സോദോമിലാണ്. സോദോമിലുള്ളതായ ജനതതി എങ്ങനെയുള്ളവരാണ്? ദുഷ്ടന്മാരാണ്. യഹോവയുടെ മുൻപാകെ മഹാപാപികളാണ്. ദുഷ്ടന്മാരോടുകൂടെ ജീവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ദുഷ്ടന്മാരോടുകൂടെ ജീവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. സങ്കീർത്തനം 1:1-2 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്.
പാപികളുടെ വഴിയിൽ നിൽക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ നിർദ്ദേശം നമുക്കുള്ളത്. പക്ഷേ ലോത്ത് താമസിക്കുന്നത് എവിടെയാണ്? ദുഷ്ടന്മാരോടുകൂടെ, പാപികളോടുകൂടെ. നമുക്കറിയാം ലോത്തിന് എന്ത് സംഭവിച്ചുവെന്ന്. അവസാനം ലോത്തിന് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ദൈവം സോദോം ഗൊമോരയെ നശിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായ അവസ്ഥ, സ്വന്തം ഭാര്യയെ പോലും ലോത്തിന് നഷ്ടപ്പെടുന്നതായ അവസ്ഥ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൽ നാം വീണ്ടും 2 പേരെ കാണുന്നുണ്ട്. ഇവിടെ നാം കാണുന്നതായ 2 പേര് യാക്കോബും റാഹേലുമാണ്. യാക്കോബിനും റാഹേലിനും അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ യാക്കോബിനോട്, നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം. യഹോവ യാക്കോബിനോട് സംസാരിക്കുകയാണ്. യഹോവ യാക്കോബിനോട് സംസാരിക്കുന്നു. യാക്കോബ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ദൈവം അവനോട് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ ഇവിടെ നിന്ന് പോകാം, നിൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ, ആകയാൽ നീ പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ 17-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ യാക്കോബ് എഴുന്നേറ്റു. എങ്ങനെ എഴുന്നേറ്റു? ദൈവം പറഞ്ഞതുകൊണ്ട് എഴുന്നേറ്റു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റു. ദൈവ വിളി കേട്ടിട്ട് എഴുന്നേറ്റു. തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി യാത്ര ചെയ്തു. 19-ാമത്തെ വാക്യത്തിൽ, ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്രിപ്പാൻ പോയിരുന്നു. ആ സമയത്ത് റാഹേൽ തൻ്റെ അപ്പനുള്ള ഗ്രഹ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവിക വിശുദ്ധിയിൽ ഇറങ്ങിത്തിരിക്കുന്നതായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൂടെ ദൈവ ശബ്ദം കേൾക്കാതെ അപ്പൻ്റെ വീട്ടിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നതായ ഒരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഈ സ്ത്രീ, ഈ റാഹേലിന് ദൈവശബ്ദം, ദൈവവിളി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവവിളി ഉണ്ടായിരുന്നു എങ്കിൽ അവർ അപ്പൻ്റെ സാധനം മോഷ്ടിക്കുകയും പിന്നീട് ആ മോഷണത്തെക്കുറിച്ച് ഒളിച്ചു വയ്ക്കുന്നതിന് വേണ്ടി അപ്പനോട് കളവ് പറയുകയും ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതായ യാക്കോബ്, ദൈവശബ്ദം കേൾക്കാതെ യാക്കോബിനോട് കൂടെ പോകുന്നതായ റാഹേൽ, ദൈവശബ്ദം കേൾക്കുന്നതായ അബ്രഹാം, ദൈവശബ്ദം കേൾക്കാതെ അബ്രഹാമിനോട് കൂടെ പോകുന്നതായ ലോത്ത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി വരുന്നതായ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ അവരോടുകൂടെ ഇറങ്ങി വരുന്നതായ സമ്മിശ്ര പുരുഷാരം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണോ നിങ്ങൾ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണോ നിങ്ങൾ അവനെ അനുഗമിക്കുന്നത്? അതോ ദൈവശബ്ദം കേട്ട് ആരോ പോകുന്നത് കണ്ട് അവരുടെ പുറകെ യാത്ര ചെയ്യുന്നതായ ഒരു സമൂഹമാണോ നിങ്ങൾ? നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്നാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങളിൽ, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-ഉം 31-ഉം വാക്യങ്ങളിൽ നാം വീണ്ടും 2 തരം ആൾക്കാരെ കാണുന്നുണ്ട്. 2 തരം ആൾക്കാരെ നാം ഇവിടെ കാണുകയാണ്. ഞാൻ വായിക്കാം. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, നമുക്ക് ജയിപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഒരു കൂട്ടം ആൾക്കാർ പറയാണ്, നമുക്ക് ജയിക്കുവാൻ സാധിക്കും, നാം മുൻപോട്ട് പോവുക എന്ന്. എന്നാൽ വേറൊരു കൂട്ടർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ഒരു കൂട്ടം ആൾക്കാർ പറയാണ്, നാം മുൻപോട്ട് പോവുക, കാരണം നമ്മെ നയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, അവൻ നമുക്ക് ജയം തരും, ജയം മാത്രം തരുന്നവനാണ് ദൈവം, നമുക്ക് മുൻപോട്ട് പോകാം എന്നൊരു കൂട്ടർ പറയുകയാണ്. വേറൊരു കൂട്ടർ പറയുക, പോകരുത്. കാരണം എന്താണെന്നറിയാമോ? അവർ നമ്മളെക്കാളും ബലവാന്മാരാണ്, നാം അവിടെ പോയാൽ തോറ്റുപോകും, അതുകൊണ്ട് നാം മുൻപോട്ട് പോകരുതെന്ന്. 2 വിധത്തിലുള്ളതായ ജനസമൂഹം. ദൈവത്താൽ വിളിക്കപ്പെട്ടതായ, ദൈവത്തിൽ വിശ്വസിക്കുന്നതായ ഒരു കൂട്ടർ, ദൈവത്തെ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്നതായ ഒരു കൂട്ടർ, ദൈവത്തെ അവിശ്വസിച്ച് ദൈവം പറയുന്നത് കേൾക്കാതെ നാം മുൻപോട്ട് പോയാൽ അപകടത്തിൽപ്പെടും, ബുദ്ധികേടാണ് നാം കാണിക്കുന്നത് എന്ന് ഉപദേശം കൊടുക്കുന്നതായ വേറൊരു സമൂഹം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും ഞാനും ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? ദൈവത്തെ നാം വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി എത്രമാത്രമാണ്? നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ കേൾക്കേണ്ടതായ ഒന്നല്ല,
ജീവിതത്തിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കേണ്ടതായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാം എന്ന് വിചാരിച്ചിട്ടാണോ? നാം പ്രാർത്ഥിച്ച നമ്മുടെ മക്കൾക്ക് ജോലി സമ്പാദിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണോ നാം പള്ളിയിൽ പോകുന്നത്? യേശു ക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നത് ഈ ലോകത്തിലെ ഭൗമികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? അതോ അവൻ്റെ ശബ്ദം കേട്ടിട്ടാണോ? കർത്താവ് പറയുന്നത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല എന്നെ അന്വേഷിക്കുന്നത്, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ, വീണ്ടും അപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ട് അത്രേ നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിൽ സക്കായി എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച്. സക്കായി യേശു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം പോയി. കർത്താവിനെ കാണാൻ സാധിച്ചില്ല. എല്ലാവരും വിശ്വസിക്കുന്നത് സക്കായിക്ക് നീളം കുറഞ്ഞതുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോയതെന്നാണ്. അത് ശരിയാണ്. പക്ഷേ അത് മാത്രമല്ല, വേറൊരു കാരണം കൂടെ. സക്കായിക്ക് യേശു ക്രിസ്തുവിനെ കാണാൻ സാധിക്കാതെ പോയതിന് വേറൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ പിൻപേ പോയതായ ജനക്കൂട്ടം മൂലമാണ് സക്കായിക്ക് യേശുവിനെ കാണാൻ സാധിക്കാതെ പോയത്. യേശു ക്രിസ്തുവിനെ മറയ്ക്കുകയായിരുന്നു അന്നത്തെ ജനസമൂഹം ചെയ്തത്. കർത്താവിനെ കാണണം എന്ന് ആഗ്രഹിച്ചതായ വ്യക്തിയിൽ നിന്നും യേശു ക്രിസ്തുവിനെ മറച്ചു വെച്ചതായ ഒരു ജനമാണ് അവൻ്റെ പുറകെ പിൻപറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളതായ ഒരു സമൂഹമാണോ നാം? കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്നതായ ഒരു വ്യക്തിയെ നാം ഏത് വിധത്തിലാണ് അവനോട് ഇടപെടുന്നത്? അവനെ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കാറുണ്ടോ എന്നുള്ളതായ ഒരു ചോദ്യം ഈ സമയത്ത് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഏത് തരത്തിലുള്ളതായ അനുഗാമികളാണ്? യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉദ്ദേശം എന്താണ്? നാം ദൈവവിളി കേട്ടിട്ടുള്ളവരാണോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ളതായ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് 2 തരത്തിലുള്ളതായ ആൾക്കാരെക്കുറിച്ച് സംസാരിക്കുകയാണ്. കർത്താവ് പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് പറയുന്നതായ ഒരു സമൂഹമുണ്ട്. അങ്ങനെ പറയുന്നവരല്ല സ്വർഗരാജ്യത്തിൽ പോകുന്നത്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല സ്വർഗത്തിൽ പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗത്തിൽ പോകുന്നത്. ഞാനൊന്നുകൂടെ വായിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അധർമ്മം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവരെ എന്നാണ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ, 10ഉം ചിലർ വിചാരിക്കുന്നത് 9 മതി എന്നാണ്, വേറെ ചിലർ വിചാരിക്കുന്നുണ്ട് 8 ഉള്ളു കൽപ്പന എന്ന്. ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്തത് 9ഓ 8ഓ അല്ല, 10 എണ്ണമാണ്. 2 കൽപ്പനകളിൽ 10 കൽപ്പനകളാണ് ദൈവം എഴുതി കൊടുത്തത്. ആ 10 കൽപ്പനകളും ഇന്നും അന്ന് ദൈവം തമ്പുരാൻ എഴുതി കൊടുത്തതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവയെ അനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നാണ് അർത്ഥം. അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 25, 33, 34 നാം 2 തരത്തിലുള്ളതായ ആടുകളെ കാണുന്നു. ചെമ്മരി ആടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും എന്ന് പറയുന്നു. യേശു ക്രിസ്തു മടങ്ങി വരുന്നതായ സമയത്ത് ദൈവം തൻ്റെ ജനത്തെ തൻ്റെ ശബ്ദം കേട്ട് തന്നെ അനുഗമിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ഈ ലോകത്തിൽ
തൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയെ തികച്ച് കാത്തിരുന്നതായ സമൂഹത്തെ എന്തു ചെയ്യും? തൻ്റെ വലതുഭാഗത്ത് നിർത്തും. മറ്റുള്ളവരെ, ദൈവശബ്ദം കേൾക്കാത്തവരെ, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് യേശുവിനെ അന്വേഷിച്ചവരെ, യേശു ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചവരിൽ നിന്നും അവനെ മറച്ചു വെച്ചവരെ അവനെന്ത് ചെയ്യും? അവൻ്റെ ഇടത്തുവശത്ത് നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. എന്തുകൊണ്ടാണ് പിതാവ് അവരെ അനുഗ്രഹിച്ചത്? അനുസരണത്തിൽ ജീവിച്ചത് കൊണ്ടാണ്, വിശ്വാസത്തിൽ ജീവിച്ചത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത് കൊണ്ടാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശം ആക്കിക്കൊള്ളുവീൻ. ദൈവം നമുക്ക് വേണ്ടി നാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരുക്കിയതായ ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു അതിവേഗം വരുവാൻ തക്കവണ്ണം പോവുകയാണ്. ആ യേശു വരുന്ന സമയത്ത് ആ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നാം യോഗ്യതയുള്ളവരായി തീരണമെങ്കിൽ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൻ്റെ ശബ്ദത്തെ കേട്ട് അവൻ്റെ വഴികളെ പിൻപറ്റി വിശ്വാസത്തിൽ ജീവിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാം ഈ ലോകത്തിൽ നോക്കുമ്പോൾ നിരവധി തരത്തിലുള്ളതായ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തെ നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ളതായ മനുഷ്യർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ദൈവശബ്ദം കേൾക്കുന്നവർ, ദൈവശബ്ദം കേൾക്കാത്തവർ, ദൈവത്തെ അനുസരിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കാത്തവർ. ഇങ്ങനെയുള്ളതായ രണ്ട് ഗ്രൂപ്പിൽ, രണ്ട് തരം ആൾക്കാരിൽ ഏത് തരത്തിൽപ്പെടുന്നവരാണ് നിങ്ങൾ, ഏത് തരത്തിൽപ്പെടുന്നവരാണ് ഞാൻ എന്ന് നാം നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 2:12 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവൻ കോപിച്ചിട്ട്, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരാതിരിപ്പാൻ നാം നമ്മെ തന്നെ സൂക്ഷിച്ച്, നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറ്റുപറഞ്ഞ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവുമായി നിരപ്പ് പ്രാപിച്ച് ജീവിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി, വിശ്വാസമുള്ളവരായി അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്കും ഇടയാകട്ടെ. നമുക്ക് വിശ്വാസത്തിൽ ജീവിക്കാം, ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അടിയങ്ങളെ വീണ്ടും കേൾപ്പിച്ചിരിക്കയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട വചനത്തിനനുസരണമായി ജീവിപ്പാൻ സഹായിക്കണമേ. ദൈവശബ്ദം കേട്ട് അവനെ പിൻപറ്റുവാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നതായ ഈ ദൈവവചനത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ളതായ ചോദ്യങ്ങളും സംശയങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ പക്കലുള്ളതായ ലഘുലേഖകൾ, പുസ്തകങ്ങൾ, നിരവധി വിഷയത്തെക്കുറിച്ച് ഉള്ളതായ പുസ്തകങ്ങൾ, ലഘുലേഖകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. സ്ക്രീനിൽ കാണുന്നതായ വിലാസത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ സാധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.